സിന്ധു ടീച്ചർ. നൈർമല്യമായിരുന്നു ടീച്ചറുടെ മുഖമുദ്ര. ഊഷ്മള ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾക്ക് തീവ്രത ചൊരിഞ്ഞ മാതൃക അധ്യാപിക. 2.5 പതിറ്റാണ്ടുകാലത്തെ സേവന സബര്യക്കൊടുവിൽ അനിവാര്യ വിടപറയലിൻ്റെ യാഥാർത്ഥ്യത്തെ പുൽകുകയാണ് ദാറുൽ ഹിദായയുടെ അമ്മ മനസ്സ്. ശ്രീമതി സിന്ധു ടീച്ചറെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവചസ്സുകളിൽ നമുക്ക് ശ്രവിക്കാം. ദാറുൽ ഹിദായ എന്നുള്ള സ്ഥാപനം തുടങ്ങി അൺഎയ്ഡഡ് മേഖലയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽക്ക് നമ്മുടെ ക്യാമ്പസിൽ അന്നൊക്കെ തന്നെ സബ്ജക്റ്റ് ടീച്ചേഴ്സിന് കിട്ടൽ വളരെ വിരളമായിരുന്ന ഒരു കാലഘട്ടമാണ്. അക്കാലത്ത് നമ്മുടെ സ്ഥാപനത്തിൽ വരികയും ഒരു ബയോളജി ടീച്ചർ എന്നുള്ള നിലക്ക് പിന്നീട് വളരെ മനോഹരമായി ശോഭിക്കുകയും അതേസമയം സ്കൂളിൻ്റെ നാനോന്മുഖമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പദ്ധതികൾ എല്ലാം കാര്യഗൗരവത്തോടെ മനസ്സിലാക്കി നമ്മുടെ ഹിദായ സന്തതികളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി വളരെ തൻ്റെ ഇടത്തോടും ആത്മാർത്ഥതയോടും കൂടെ തൽക്കാലം ജോബ് അവസാനിപ്പിക്കുന്ന സമയം വരെ മനോഹരമായി വർക്ക് ചെയ്ത നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട സിന്ധു ടീച്ചർ. സിന്ധു സ്ഥാപനത്തിൻ്റെ വിജയത്തിലൊക്കെ തന്നെ SSLC വിജയങ്ങൾ വരുമ്പോഴും അതിനെ വിലയിരുത്തുമ്പോഴും ഒക്കെ തന്നെ വളരെ ഗൗരവത്തോടുകൂടും പ്രയാസത്തോടും കൂടി അതിനെ നോക്കിക്കണ്ടിരുന്നൊരു വ്യക്തിയായി എല്ലാ സമയത്തും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച, ഒരു സമയത്ത് ഞാൻ അഡ്മിഷൻ സെക്ഷനിൽ നിന്ന് അല്പം ഒന്ന് മാറി നിന്നൊരു സമയത്ത് SSLC റിസൾട്ട് വന്ന് ഇവിടെ വിലയിരുത്തുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ യാദർച്ഛികമായി ക്യാമ്പസിലേക്ക് വരികയുണ്ടായി. ആ സമയത്ത് വളരെ പ്രയാസത്തോടുകൂടെ സിന്ധു കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയും വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ കുട്ടികളുടെ റിസൾട്ടിൽ വന്ന ചെറിയതായിരിക്കുന്ന ഒരു കുറവ് വല്ല മാനസികമായി പ്രയാസം വരുത്തി എന്നുള്ള ആ പ്രയാസം കൊണ്ട് സങ്കടപ്പെടുന്ന ഒരു രംഗം കാണുകയുണ്ടായി. ഞാനത് ഇന്നും വളരെ ആശ്ചര്യത്തോടു കൂടെ ഓർക്കുകയാണ്. അനാരോഗ്യം കാരണം തൽക്കാലം ഈ വർഷം മുതൽ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ നീണ്ട വർഷങ്ങൾക്കുള്ള സേവനത്തെ നമ്മളുടെ വളരെ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടെ ഓർക്കുകയും തുടർന്ന് നമ്മുടെ സ്ഥാപനത്തെ ഓർത്തുകൊണ്ടും അതിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റാവുന്ന കയ്യൊപ്പുകൾ രേഖപ്പെടുത്തണം, ശ്രദ്ധയുണ്ടാകണം, അതുണ്ടാകും എന്നറിയാവുന്നതിനോട് കൂടെ തന്നെ അതൊന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടും തൽക്കാലം പ്രിയപ്പെട്ട സിന്ധുവിനും ഈ നൽകുന്ന യാത്രയപ്പിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ പ്രയാസവും ഇവിടെ രേഖപ്പെടുത്തുന്നു. എല്ലാം വിജയത്തിലേക്ക് എത്തിക്കുവാൻ സർവേശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സിന്ധു ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സിന്ധു ടീച്ചർ എന്നൊന്നും ഞാൻ വിളിക്കില്ല, സിന്ധു. അതായത് ഞാൻ വന്നിട്ട് അവിടെ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് സിന്ധു ദാറുദയിലേക്ക് വരുന്നത്. ഫസ്റ്റ് വരുന്ന തന്നെ ബനാത്തിലേക്ക് തന്നെയാണ് സിന്ധു. നമ്മൾ തമ്മിൽ ഒരുപാട് വർഷത്തെ ആത്മബന്ധം തന്നെ പറയാം. പിന്നെ പെട്ടെന്ന് സിന്ധുവിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് 2-3 പേരെ ഇങ്ങോട്ട് ബോയ്സ് സെക്ഷനിലേക്ക് മാറ്റുണ്ടായത്. അന്ന കാലത്തൊക്കെ സിന്ധുവിന് ഭയങ്കര സങ്കടമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ. കാരണം നമ്മൾ വളരെ ക്ലോസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അത്ര നമുക്കൊരു ടീം ഉണ്ടായിരുന്നു അവിടെ ബനാത്തിൽ. അതായത് കുട്ടികളെ നല്ലപോലെ പഠിപ്പിച്ച് നല്ല നിലയ്ക്ക് ഉയർത്തി നല്ല സ്വഭാവമാക്കി തീർക്കുന്ന നല്ലൊരു ടീം. അന്ന കാലത്തൊക്കെ വളരെ മത്സര ബുദ്ധിയോട് കൂട്ടിയാണ് നമ്മൾ ഈ ഗേൾസ് സെക്ഷനും ബോയ്സ് സെക്ഷനും കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. പിന്നെ പെട്ടെന്ന് സിന്ധു ഇങ്ങോട്ട് മാറിയപ്പോൾ നമ്മൾ നമ്മുടെ ഐഡിയാസൊക്കെ വെറുതെ ആയ പോലെ. കാരണം നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ സിന്ധു ഇവിടെ വന്ന് പറയുമല്ലോ എന്നുള്ളതിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഒന്നായി. സിന്ധു അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. സിന്ധുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടീച്ചർ, നന്നായി പഠിപ്പിക്കും. ബയോളജി എന്ന് പറഞ്ഞ വിഷയത്തിൽ അഗ്രഗണ്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാത്രമല്ല കുട്ടികളോട് വളരെ നന്നായി, എന്നാൽ വളരെ സ്ട്രിക്റ്റായിട്ടും നന്നായി പഠിപ്പിച്ച് ഒരു അമ്മയെ പോലെ കുട്ടികളെ നോക്കുന്ന നല്ലൊരു ടീച്ചറാണ് സിന്ധു എന്നാണ് എനിക്ക് സിന്ധുവിനോട് പറയാനുള്ളത്. ഇന്നും എനിക്ക് സിന്ധുവിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചെങ്കിൽ, ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് സിന്ധുവോ
എന്തിനാണ് ഇവിടുന്ന് പോയത്, കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കായിരുന്നില്ലേ സിന്ധുവിന് എന്നാണ് എനിക്ക് സിന്ധുവിനോട് ഇനിയും ചോദിക്കാനുള്ളത്. നമസ്കാരം, ഞാൻ ഹിദായ 2014 SSLC ബാച്ചാണ്. ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക സിന്ധു ടീച്ചർക്ക് ആദ്യം തന്നെ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഏറെ വാത്സല്യത്തോടെ വഴി നടത്തിയ ഞങ്ങളുടെ വിജയങ്ങളിൽ കൂടെ നിന്ന നല്ലതു മാത്രം ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപികയാണ്. എന്തായാലും ഒരുപാട് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമില്ല. ഇനിയുള്ള ജീവിതം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിന്ധു ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 10-11 വർഷത്തെ പരിചയമുണ്ട് ടീച്ചറാനെ. നല്ല ടീച്ചറാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറാനെ. ആൺകുട്ടികൾ പ്രത്യേകിച്ചും പറയാറുണ്ട്, എൻ്റെ മുന്നുള്ള കുട്ടികളൊക്കെ പറഞ്ഞിരുന്നു ഒരു അമ്മയെ പോലെയാണ് ഞങ്ങൾക്ക് സിന്ധു ടീച്ചർ എന്ന്. കാരണം അത്രയും നല്ല കെയറിങ് ആണ് കുട്ടികളോടൊക്കെ ടീച്ചർ. ഞങ്ങളോടും അതെ, നമുക്ക് എന്ത് കാര്യം ടീച്ചറോട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാണ്. ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടമാണ് ടീച്ചറിനെ. സിന്ധു ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സിന്ധു ടീച്ചറെ കൂടെ സ്റ്റാഫ് റൂമിൽ ഞാൻ 8 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ശരിക്കും ടീച്ചറെ കോപ്പറേഷൻ കോർഡിനേഷനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ HODs എന്ത് വർക്ക് തന്നിട്ടുണ്ടെങ്കിലും സിന്ധു ടീച്ചർ ആയിരിക്കും ആദ്യം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ സ്റ്റാഫ് റൂമിലുള്ള എല്ലാവരുടെ വർക്കും കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് വാങ്ങിയിട്ടാണ് സിന്ധു ടീച്ചർ അതവിടെ സബ്മിറ്റ് ചെയ്യാറുള്ളൂ. ഇൻ കേസ് ആരെങ്കിലും ഒന്ന് ലാഗ് വരികയാണെങ്കിലും സിന്ധു ടീച്ചർ അവരെങ്ങനെ എൻകറേജ് ചെയ്യും, അത് വേഗം ചെയ്യൂ കുട്ടികളെ, നമുക്കത് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ സിന്ധു ടീച്ചർ പറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യം ഓർമ്മയിൽ വരുന്നത് കുട്ടികളുടെ ഹെൽത്ത് ഇഷ്യൂസാണ്. എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും ആദ്യം സിന്ധു ടീച്ചറെ വിളിച്ചുകൊണ്ടിരും. ഇപ്പോൾ ടീച്ചർക്ക് ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ വേറെങ്കിലും ഒരു ആളെ ആക്കിയിട്ട് സിന്ധു ടീച്ചറെ കൊണ്ടുവരും. എന്നിട്ട് സിന്ധു ടീച്ചർ വന്ന് നോക്കും ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്ന് ടീച്ചർ വന്ന് നോക്കും. അപ്പോൾ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്നൊക്കെ താങ്ങി താഴ്ത്തിയൊക്കെ കൊണ്ടുവന്ന കുട്ടികളായിരിക്കും. സിന്ധു ടീച്ചർ എന്തെങ്കിലുമൊക്കെ അവരോട് ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്ന കുട്ടികൾ വളരെ കൂളായിട്ട് പോകുന്നത് കാണാം. അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചർ നോക്കിയിട്ട് പറയും, അല്ലെങ്കിൽ ചോദിച്ച് പറയും എന്താണ് പ്രശ്നം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും നല്ല സപ്പോർട്ടീവായിട്ടുള്ള സിന്ധു ടീച്ചർ പെട്ടെന്ന് പോകേണ്ടിയിരുന്നില്ല എന്നാണ്, നമ്മൾ പോവില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ ടീച്ചർക്കും ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണമാണ് ടീച്ചർ പോകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ടീച്ചറെ ഫ്യൂച്ചർ എല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഇബ്രാഹിം. ഞാൻ 2014 SSLC ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിന്ധു ടീച്ചർ ഇന്ന് സ്കൂളിൽ നിന്നും പോവുകയാണെന്നറിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ടീച്ചറോട് നന്ദി പറയുകയാണ്. ടീച്ചറുടെ കൂടെ എനിക്ക് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ടീച്ചറെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ പഠനകാര്യങ്ങളിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങളോട് നല്ല സ്നേഹത്തിലും നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു ടീച്ചർ. പിന്നെ തുടർന്നുള്ള ജീവിതം ടീച്ചർക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടെയുള്ളതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ്, ഞാൻ അനുശ്രീ. എൻ്റെ അമ്മ ഇവിടുത്തെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ അമ്മ റിട്ടയർഡായിട്ട് അമ്മ വീട്ടിലിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇത്രയും വലിയൊരു സെൻഡ് ഓഫ് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നന്ദി പറയാനും, അമ്മയുടെ ഒരു വലിയൊരു ജേണിയാണ് നമുക്ക് ഈ സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക. എനിക്ക് തോന്നുന്നു എനിക്കൊരു 3 വയസ്സ് തൊട്ടിട്ട് അമ്മ ഈ ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ട് അമ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ ഈ ഒരു ജോബിനോട് അമ്മയ്ക്ക് വലിയൊരു ഡെഡിക്കേഷനും പാഷനും ആയിരുന്നു. അമ്മയ്ക്ക് ഞങ്ങൾക്ക് ക്കാളും അമ്മ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ്. അവർ എങ്ങനെയെങ്കിലും പിക്കപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരണം എന്നൊക്കെ ആലോചിച്ചിട്ട് അമ്മ ഒരുപാട് അതിൽ നമ്മളുടെ മാക്സിമം അമ്മ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ജേണി അമ്മ എൻഡ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കൂടെ നിന്ന എല്ലാ ഇതായ സ്കൂളിലെ എല്ലാ ക്രൂവിനും അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുകയാണ്. താങ്ക് യു.